நம்மூர்ல குறைக்காத நாயும் இல்ல, பழு சொல்லாத நாவும் இல்ல. ஆக மொத்தத்துல இது ரெண்டும் இல்ல, அதுவும் இல்ல. இதெல்லாம் பார்க்காம நம்ம പാട്ടിക്ക് പോയിട്ടേ இருக்கணும். ഞാൻ ഒരിക്കൽ ദാസേട്ടൻ്റെ പ്രോഗ്രാം ഫോർട്ട് കൊച്ചിയിൽ നടക്കുമ്പോൾ ഞാൻ ഹരിമുള്ളരവം പാടിക്കഴിഞ്ഞപ്പോൾ ദാസേട്ടനുണ്ടെന്ന സ്റ്റേജിൽ. ഓക്കെ. അപ്പോൾ ഫോർട്ട് കൊച്ചിയിലെ ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഓടി സ്റ്റേജിലേക്ക് പാടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഓടി സ്റ്റേജിലേക്ക് കയറി വന്നു. കയറി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു, ഉമ്മ വന്നിട്ട് പോയി. അത് ശരി. ക്രിക്കറ്റർ ശ്രീശാന്തിനെ കുറിച്ച് പറയൂ. ശ്രീ എന്ന് പറഞ്ഞ കുട്ടിക്കാർ ഞാൻ പറഞ്ഞില്ല, നാലാം ക്ലാസ് 5ാം ക്ലാസ് മുതൽ എനിക്കറിയാം. ഞാനിപ്പോൾ കോതമംഗലത്ത് ചെന്നാലും അവിടെയാണ് അവരുടെ ഒരു നാട്, അവിടെയാണ്. ഞാൻ എപ്പോൾ അവിടെ ഉണ്ടെങ്കിലും എൻ്റെ കൂടെ എന്നെ കാണാൻ എൻ്റെ കൂടെ ഉണ്ടാവും, എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. പാട്ടിലൊക്കെ വളരെ പാഷൻ ഇഷ്ടമുള്ള ഒരാളാണ്. പാട്ട്, ഡാൻസ്, വരയ്ക്കാൻ ഒക്കെ ഭയങ്കര കഴിവാണ് ശ്രീശാന്തിന്. എഴുതാനും പാട്ടുകൾ എഴുതാനും. ആ കുട്ടിക്കാലത്ത് അത്രയും പാട്ടൊന്നും എഴുതില്ലായിരുന്നെങ്കിലും ഈ പാട്ടിനോടും ഡാൻസിനോടും വലിയ ഇഷ്ടമായിരുന്നു. ഈ ബ്രേക്ക് ഡാൻസ് ഒക്കെ നമ്മുടെ നാട്ടിൽ ഭയങ്കര ഡാൻസ് ഒരു സമയത്ത് ഭയങ്കര ട്രെൻഡ് പോയിക്കൊണ്ടിരുന്ന സമയത്തൊക്കെ ബ്രേക്ക് ഡാൻസ് പഠിക്കുകയും എൻ്റെ അരങ്ങേറ്റമൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ഞങ്ങളെപ്പോൾ ഇപ്പോഴും എപ്പോഴും കാണുകയാണെങ്കിലും നമ്മൾ ഒരുമിച്ചിരുന്ന് പാട്ടൊക്കെ പാടി, ശ്രീ എഴുതുന്ന വരികൾക്ക് ട്യൂണൊക്കെ ചെയ്ത് അങ്ങനെ പാടി, അങ്ങനെയാണ് ഞങ്ങൾ മിക്കപ്പോഴും കാണുമ്പോൾ. ഇപ്പോഴും ആ ബന്ധം അതുപോലെ തന്നെ തുടരുന്നു. വെൽക്കം ടു ഫ്രെയിംവർക്ക് സ്റ്റുഡിയോ ഇൻ അസോസിയേഷൻ വിത്ത് ബ്രൈറ്റ് AMG എൻ്റർടൈൻമെൻറ്റ്. നമ്മുടെ കൂടെ ഉള്ളത് ഇന്ന് മധുചേട്ടനാണ്. ഹാപ്പി ബർത്ത്ഡേ മധുചേട്ടാ. താങ്ക് യു സോ മച്ച്. ആക്ച്വലി ഇന്നലെയായിരുന്നു. സോ ബിലേറ്റഡ് ഹാപ്പി. ഞാനും മെസ്സിയൊക്കെ ഒരുമിച്ചാണ് ആഘോഷിക്കുന്നത്. താങ്ക് യു സോ മച്ച്. സെക്കൻഡ് ടൈം അല്ലേ വരുന്നത് അല്ലേ? അതെ. എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് ഇയർ ചേട്ടൻ, ലാസ്റ്റ് ഇയർ അല്ല, അതെ, നവംബറിൽ ചിത്രേച്ചിയുടെ കൂടെയാണ് വന്നത്. അന്ന് മധുചേട്ടൻ്റെ കൂടെ മുന്നിലൊരു പാട്ട് പാടാനുള്ള ഒരു അവസരം എനിക്ക് മീറ്റ് ആൻഡ് ഗ്രീറ്റിന്. ഇന്ന് ഒരു പോഡ്കാസ്റ്റിന് ഉള്ളൊരു അവസരം. ഇറ്റ്സ് മൈ ഓണർ ആക്ച്വലി. മധുചേട്ടൻ്റെ മുന്നിലിരുന്ന് ഇത് ചെയ്യാന്നുള്ളത് വലിയൊരു ഓണറാണ്. അപ്പോൾ ഒരു പാട്ട് പാടാനും എനിക്ക് ഇൻ്റർവ്യൂ എടുക്കാനും കിട്ടുന്ന വലിയൊരു ഓണറാണ്. നമുക്ക് മ്യൂസിക്കിൽ തന്നെ തുടങ്ങും. മധുചേട്ടാ, അമ്മയായിരുന്നു ഇൻസ്പിറേഷൻ മ്യൂസിക്കിന്? അമ്മയും അച്ഛനും. അതെ, രണ്ടുപേരും കൂടി ഉള്ള ഒരു കൂട്ടായ പ്രോത്സാഹനം കൊണ്ടാണ് ഞാനിങ്ങനെയായത്. അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടായി. പലപ്പോഴും പല കഴിവുള്ളവർക്കും ചിലപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് പ്രോത്സാഹനം കിട്ടണമെന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെയുള്ളൊരു പാരൻസിനെ കിട്ടി. തീർച്ചയായിട്ടും. ഏത് ഏജിലായിരുന്നു മധുചേട്ടാ പാട്ട് തുടങ്ങിയത്, പാട്ട് പാടാൻ തുടങ്ങിയത്? ഏത് പ്രായത്തിലായിരുന്നു മധുചേട്ടൻ പാട്ട്? ഞാൻ എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ട് ഞാൻ പാടിയത് 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. 2ാം ക്ലാസ്സിലെ ഒരു കോമ്പറ്റീഷൻ, 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിലൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നപ്പോൾ ആണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പാടുന്നൊരു പാട്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് പഠിച്ച പാട്ടും അത് തന്നെയാണ്. പക്ഷേ ആ ജനക്കൂട്ടം കണ്ടപ്പോൾ ഞാൻ പേടിച്ച് ഇറങ്ങിപ്പോയി. ഒരു 4 ലൈനേ ഞാൻ പാടിയുള്ളൂ. ശരദിന്ദു മലർദീപനാളം. 2 ലൈൻ പാടൂ. ശരദിന്ദു മലർദീപനാളം നീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതി നീട്ടി ഇതുവരെ കാണാത്ത പടവിലേക്കോ ഇതുവരെ കാണാത്ത കരയിലേക്കോ ഇനിയൊരു ജന്മത്തിൻ പടവിലേക്കോ മധുരമായി പാടി വിളിക്കുന്നു ആരോ, മധുരമായി പാടി വിളിക്കുന്നു. ശരദിന്ദു മലർദീപനാളം നീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതി മീട്ടി. കുഞ്ഞിൽ കോമ്പറ്റീഷൻസിലൊക്കെ ഒത്തിരി പങ്കെടുത്തിട്ടുണ്ട്. അന്നൊക്കെ യുവജനോത്സവങ്ങളായിരുന്നല്ലോ കൂടുതൽ. ഇന്നത്തെ പോലത്തെ യുവജനോത്സവങ്ങൾ മാത്രമല്ല, പലതരത്തിലുള്ള ക്ലബ്ബുകൾ, അതിൻ്റെ പല അസോസിയേഷൻസ്, അതിൻ്റെയൊക്കെ മത്സരങ്ങളുണ്ടായിരുന്നു ഞാൻ പഠിക്കുന്ന കാലത്ത്. എൻ്റെ അച്ഛൻ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് അവിടെയും ഈ സ്വാതന്ത്ര്യദിനത്തിനും റിപ്പബ്ലിക് ഡേക്കൊക്കെ മത്സരങ്ങൾ ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ബാലജനസഖ്യം, മനോരമയുടെ ബാലജനസഖ്യത്തിൻ്റെ മത്സരങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ റോട്ടറി ക്ലബ്ബ്, ലയൺസ് ക്ലബ്ബൊക്കെ മത്സരങ്ങൾ നടത്തുമായിരുന്നു അന്ന്. അതെ. ആദ്യമായിട്ട് ഒരു സമ്മാനം കിട്ടിയത് ഓർമ്മയുണ്ടോ? ഫസ്റ്റ് പ്രൈസ് വിൻ ചെയ്ത? ഫസ്റ്റ് പ്രൈസ് വിൻ ചെയ്തതെന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ, ഞാൻ പറഞ്ഞ അച്ഛൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രസിൻ്റെ, ഞാൻ പറഞ്ഞ പോലെ ഈ August 15 സ്വാതന്ത്ര്യ ദിനത്തിനും റിപ്പബ്ലിക് ഡേക്ക് മത്സരം ഉണ്ടാവും പറഞ്ഞില്ലേ,
അങ്ങനൊരു ദിവസം മത്സരത്തിൽ ആണ് എനിക്ക് ആദ്യമായിട്ട് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആണ് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത്. പിന്നെ നിരവധി വേദികളിൽ മത്സരിക്കാൻ പറ്റി, അനേകം സമ്മാനങ്ങൾ കിട്ടി, ദൈവത്തിന് അനുഗ്രഹം കൊണ്ട്. അതെ, 3 ഡെക്കേഡായി ഇപ്പോൾ പാട്ട് പാടാൻ തുടങ്ങിയിട്ട് മോചേട്ടൻ. ഒന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഒരു ഫസ്റ്റ് ഇമേജ് മനസ്സിലോട്ട് വരികയാണെങ്കിൽ അതേതായിരിക്കും? ഒരു ഇമേജ് ഫീൽ, പാട്ട് പാടുന്ന ഒരു ഇമേജ്, അത് റെക്കോർഡിംഗ് സ്റ്റുഡിയോ ആയിരിക്കാം, അല്ലെങ്കിൽ സ്റ്റേജ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ആദ്യത്തെ റെക്കോർഡിംഗ് ആയിരിക്കാം, ഏതായിരിക്കും? എൻ്റെ ആദ്യത്തെ റെക്കോർഡിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ശബ്ദം കുട്ടി ശബ്ദമാണെന്ന് ക്രിസ്ത്യൻ ഡിവോഷണൽ 2 പാട്ട് പാടി എൻ്റെ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന ഒരു സാറാണ് അതിൻ്റെ സംഗീതം നൽകിയതും വരികൾ എഴുതിയിരുന്നതും, പൗലോസ് മൂത്തടൻ മാഷ്. അതാണ് എൻ്റെ ഫസ്റ്റ് റെക്കോർഡിംഗ് ജീവിതത്തിൽ 13 വയസ്സുള്ളപ്പോൾ. പക്ഷേ ശബ്ദമൊക്കെ മാറിയിട്ട് ഒരു പ്രൊഫഷണൽ റെക്കോർഡിംഗ് എന്നുള്ളത് ഉഴവുത്തുറ എന്ന് പറഞ്ഞ ഒരു തമിഴ് മൂവിക്ക് വേണ്ടിയിട്ടാണ്. ബാബു ശങ്കർ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറാണ് അതിൻ്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തത്, പ്രോഗ്രാമിംഗ് ചെയ്തത് ശരത്തേട്ടനാണ്. അങ്ങനെയാണ് ശരത്തേട്ടനായിട്ട് പരിചയമായി. അപ്പോൾ അതാണ് എൻ്റെ കുറച്ചും കൂടി മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു റെക്കോർഡിംഗ്, ഫസ്റ്റ് റെക്കോർഡിംഗ്. ഓക്കെ. ഈ പ്രമോദവനം അല്ലെങ്കിൽ ഹരിമുരളിയിലൊക്കെ വളരെ അനായാസമായിട്ട് പാടുന്നതാണ് നമ്മൾ ഓഡിയൻസിൻ്റെ കാഴ്ചപ്പാടുന്ന കാണുന്നത്. മനുഷ്യൻ്റെ മുഖത്ത് യാതൊരു എക്സ്പ്രഷനും ഇല്ലാതെ വളരെ നല്ല ഇതായിട്ട് പാടുന്നതാണ്. അങ്ങനെ പാടുന്ന സമയത്ത് മനുഷ്യൻ്റെ ഇതിൽ ഏതെങ്കിലും രീതിയിൽ പ്രാക്ടീസസ് ചെയ്യാറുണ്ടോ? അതിൻ്റെ പുറകിൽ എന്തെങ്കിലും പ്രാക്ടീസസ്? ഇത്ര സംഗതികളുള്ള പാട്ടുകളാണ് ഈ പാട്ട് പഠിക്കാനായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണമല്ലോ, അല്ലാതെ നമുക്കത് പാടാൻ പറ്റില്ല. ഈ പാട്ട് പഠിക്കാനായിട്ട് നമ്മൾ എന്തായാലും പ്രാക്ടീസ് ചെയ്യണം, അത് പാടി ട്രൈ ചെയ്യണം, അത് പെർഫെക്റ്റ് ആവുന്ന വരെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ആ പാട്ട്. അതാണ് അങ്ങനത്തെ പാട്ടുകളുടെ പ്രത്യേകത. അപ്പം അതിനുവേണ്ടി ഞാൻ പാടി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഈ പാട്ട് ശരിയാവുന്ന വരെ, പഠിക്കുന്നവരെ. എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യോ? ഇല്ല, പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ മറ്റേ നോർമൽ പ്രാക്ടീസ് എൻ്റെ ജീവിതത്തിൽ വളരെ അപൂർവമായിട്ട് ഉണ്ടാവാറുള്ളൂ. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള പ്രാക്ടീസ് എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് കുറേ നാളുകളെല്ലാം ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ 6 മാസം ആണ് ഉണ്ടാവുള്ളൂ. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്തത് മദ്രാസിൽ പഠിക്കുന്ന സമയത്ത്, അക്കാഡമിക്കലായിട്ട് അവിടെയാണ് പഠിച്ചത്, ടി വി ഗോപാലകൃഷ്ണൻ സാറിൻ്റെ അടുത്ത്. അവിടെ പഠിക്കുമ്പോൾ സാറിനെ പേടിച്ചിട്ട്, സാറ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ അവിടെ കംപ്ലയിൻറ്റ് ചെയ്യും ഞാൻ പ്രാക്ടീസ് ചെയ്തില്ല എന്ന്. കൂടെ പഠിക്കുന്ന സഹപാഠികളും അവിടുത്തെ സ്റ്റാഫുകളൊക്കെ കംപ്ലയിൻറ്റ് ആയിരുന്നു. പിന്നെ അവരൊക്കെ ആയിട്ട് കമ്പനി ആയി കഴിഞ്ഞപ്പോൾ പിന്നെ അവർ പറയില്ല, പിന്നെ വീണ്ടും മടിയനായി. അതായിരുന്നു അക്കാഡമി ഓഫ് ഇന്ത്യ മ്യൂസിക് ആൻഡ് ആർട്സ് ഇൻ ചെന്നൈ. അക്കാഡമി ഓഫ് ഇന്ത്യൻ മ്യൂസിക് ആൻഡ് ആർട്സ് ഇൻ ചെന്നൈ. ഏത് പ്രായത്തിലായിരുന്നു മനുഷ്യൻ അവിടെ ഞാനൊരു ജോയിൻ ചെയ്തത്? 20 വയസ്സൊക്കെ, 18, ഒരു 19 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴാണ് അവിടെ ജോയിൻ ചെയ്തത്. 18 വയസ്സ്. എത്ര വർഷമുണ്ട്, എത്ര കാലമായിരുന്നു അവിടുത്തെ ഒരു ശരിക്കൊരു 4 വർഷത്തെ കോഴ്സായിരുന്നു. അതൊരു ഡിഗ്രിക്ക് സമാനം ഡിഗ്രി കോഴ്സായിരുന്നു. ഫോർഡ് ഫൗണ്ടേഷൻ സ്കോളർഷിപ്പിലായിരുന്നു പഠിച്ചത്, സ്റ്റൈപ്പൻഡോടുകൂടി. അങ്ങനെയാണ് അവിടെ പഠിച്ചത്. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഫീൽഡിലേക്ക് വന്നത്. ഉഴവത്തുറ എൻ്റെ ഗുരുനാഥൻ തന്നെയാണ്, TVG സാർ തന്നെയാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആ മ്യൂസിക് ഡയറക്ടറിന്. അങ്ങനെയാണ് ഇങ്ങനെ ഒരു അവസരം വന്നത്. അതെ. നമുക്ക് ഈ മ്യൂസിക് ഡയറക്ടേഴ്സ് നമുക്ക് പാട്ട് പറഞ്ഞു തരുമ്പോഴേ, അതായത് മ്യൂസിക്കിന് റെക്കോർഡിങ്ങിന് മുമ്പ് പാട്ട് പറഞ്ഞു തരുന്ന സമയത്ത് ആ ഒരു ജേണി എങ്ങനെയാണ് മധുചേട്ടൻ അത് പഠിച്ച് അത് ആ സ്റ്റുഡിയോയിലോട്ട് എത്തിക്കുന്നത് വരെയുള്ള, അതായത് നമുക്ക് അവർക്ക് വേണ്ട രീതിയിൽ തന്നെ നമ്മൾ, അല്ലെങ്കിൽ ചില മ്യൂസിക് ഡയറക്ടേഴ്സ് ഓക്കെ ആയിരിക്കും ഇംപ്രവൈസേഷൻ, ചിലർ ചിലപ്പോൾ ഓക്കെ ആയിരിക്കില്ല, പക്ഷേ എങ്കിലും നമ്മുടേതായ രീതിയിൽ അത് സ്റ്റുഡിയോയിൽ എത്തിച്ച് അത് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്കും ഫീൽ ചെയ്യണം, അല്ലെങ്കിൽ വെളിയിരിക്കുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ്. അതെങ്ങനെയാണ് ആ ഒരു ജേണി അവിടെ നിന്ന് പാട്ട് പഠിക്കുന്നത് മുതൽ അവിടെ എത്തുന്നത് വരെയുള്ള, സ്റ്റുഡിയോയിൽ എത്തുന്നത് വരെ? പാട്ട് പഠിക്കുന്നത് മിക്കപ്പോഴും സ്റ്റുഡിയോയിൽ എത്തിയതിനു ശേഷമാണ് ഭൂരിഭാഗവും. വളരെ അപൂർവം ചില മ്യൂസിക് ഡയറക്ടേഴ്സ് മാത്രമേ പാട്ട് നേരത്തെ അയച്ചു തരുള്ളൂ. അങ്ങനെ നേരത്തെ അയച്ചു തന്നാലും ഞാനൊരു ഉടപ്പനായതുകൊണ്ട് പാട്ട് പഠിക്കാറില്ല, കേൾക്കാറില്ല. ഞാൻ സ്റ്റുഡിയോയിൽ എത്തിയതിനു ശേഷം തന്നെയാണ് പാട്ട് പഠിക്കുന്നതും പാടുന്നതും. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പം എനിക്കുണ്ട്. അപ്പോൾ അത് MJ ചന്ദ്രൻ, കുട്ടൻചേട്ടൻ എന്ന് ഞാൻ വിളിക്കണം, അദ്ദേഹം എപ്പോഴും പറയാറുണ്ട് പാട്ട് നേരത്തെ അയച്ചാലും പ്രയോജനമൊന്നുമില്ല എന്ന്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പഠിക്കാറുള്ളത്. പക്ഷേ അത് ഒരു തരത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം കാരണം അതൊരു, നമ്മളിപ്പോൾ പാട്ട് നേരത്തെ അയച്ചു തന്നിട്ട് അത് തെറ്റായി പഠിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും അതിലെ സംഗതികൾ എന്തെങ്കിലും തെറ്റായി പഠിച്ചു കഴിഞ്ഞാൽ അത് സ്റ്റുഡിയോയിൽ എത്തിയിട്ട് പിന്നെ മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അതിനേക്കാളും നല്ല ചൂടോടുകൂടി പഠിച്ചിട്ട് ചൂടോടുകൂടി പാടണതാണ് എൻ്റെ ഒരു രീതി. അതെ അതെ. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഇന്ന് നാളെ പ്രോഗ്രാമാണ് 50 years ഓഫ് ഇളയരാജ. അതെ. ആ ഒരു ജേണി, ഇളയരാജ സാറിൻ്റെ കൂടെയുള്ള മധുചേട്ടൻ്റെ ഒരു ജേണി. നേരത്തെ ചോദിച്ചതിൻ്റെ ഒരു മുഴുവൻ ഭാഗം പറഞ്ഞില്ല. പറയൂ.
ചില മ്യൂസിക് ഡയറക്ടേഴ്സ് ഇംപ്രവൈസേഷൻ അതെ അതെ സോറി അതെ അതെ അത് ചില മ്യൂസിക് ഡയറക്ടേഴ്സിന് ഇംപ്രവൈസ് ചെയ്യുന്നത് ഇഷ്ടമാണ്. ചില മ്യൂസിക് ഡയറക്ടേഴ്സ് അവരുടെ ഇതിൽ സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കും. അതിൽ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ളത് രാജാ സാർ തന്നെയാണ്. രാജാ സാറ് അദ്ദേഹം കമ്പോസ് ചെയ്തത് പോലെ തന്നെ പാടണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ രീതി. നേരെ മറിച്ച് ഞാൻ വിദ്യാസാഗർ സാറിൻ്റെ കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്രവൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യും. മധു അത് നല്ല ഇറക്ക്, അത് വെച്ചിக்கலாம் നല്ല ഇറക്ക് അങ്ങനെ പറയുന്ന ഒരാളാണ്. നമ്മളൊരു ഫ്രീ ബേഡായിട്ട് പറത്തിവിടുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ് വിദ്യാസാഗർ സാർ എന്നെ സംബന്ധിച്ചിടത്തോളം. മറ്റുള്ള സിംഗേഴ്സ് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ രീതി ഇങ്ങനെയാണ്. അപ്പോൾ പലരുടെയും പല രീതിയാണ്, പല മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെയും പല രീതിയാണ്. അതെ. അന്നും ഇന്നുമുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്താണ് മോചേട്ടൻ കാണുന്നത്? അന്നത്തെ അതായത് അന്നും തമ്മിലുള്ള അന്നും ഇന്നും ഉള്ള മ്യൂസിക് ഡയറക്ടേഴ്സും മാറിയിട്ടുണ്ട്, ടെക്നോളജിയും മാറിയിട്ടുണ്ട്. അതെ, അന്ന് ഞാൻ മറ്റേ ടേപ്പിൽ റെക്കോർഡ് ചെയ്യുന്ന കാലഘട്ടം മുതൽ പാടുന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ ഏഡാറ്റ് വന്നു, വീഡിയോ ടേപ്പ് പോലത്തെ ഒരു സംഭവമുണ്ട്, അതിൽ റെക്കോർഡ് ചെയ്യും, ഏഡാറ്റ് എന്ന് പറയും, അതിൽ പാടിയിട്ടുണ്ട്. അതിനുശേഷം ഡിജിറ്റലൈസ് ആയി, അത് പ്രോ ടൂൾസ് പോലുള്ള മറ്റേ സോഫ്റ്റ്വെയർസ് അങ്ങനത്തെ സംഭവത്തിൽ ആയി. പിന്നെ കമ്പ്യൂട്ടറൈസ്ഡ് ആയി റെക്കോർഡിംഗ് എല്ലാം. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റിയിലും വ്യത്യാസം വന്നിട്ടുണ്ട്. പണ്ടത്തെ മ്യൂസിക് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ആചാര്യന്മാർ, ദേവരാജ മാഷ്, ദക്ഷിണാമൂർത്തി സ്വാമി, രാഘവ മാഷ്, അർജുനൻ മാഷ്, അങ്ങനെയുള്ളവരൊക്കെ പാട്ട് നേരത്തെ പഠിപ്പിക്കും. പിന്നെ ചിലപ്പോൾ ഓർക്കസ്ട്രയുടെ ഒപ്പം ലൈവായിട്ട് പാടും. അങ്ങനെയായിരുന്നു. അപ്പോൾ പണ്ടത്തെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, പണ്ടത്തെ റെക്കോർഡിങ് പാടിക്കൊണ്ടിരിക്കുമ്പോൾ മ്യൂസിക് ഡയറക്ടേഴ്സും ഓർക്കസ്ട്രക്കാരും കാണും, കുറേ ഓഡിയൻസ് കാണാനായിട്ടിരിക്കും. അങ്ങനെയായിരുന്നു പണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഇന്നെല്ലാം മാറി. ഇന്ന് മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ രീതി തന്നെ മാറി. ഇപ്പോൾ അവരും ഈ പറഞ്ഞ പോലെ ഓർക്കസ്ട്ര ചെയ്യണതും പല സ്ഥലങ്ങളിൽ പോയി ചെയ്യും. ഡ്യുവറ്റ് പാടുകയാണെങ്കിൽ തന്നെ ഫീമെയിൽ സിംഗർ വേറെ സ്ഥലത്തും മെയിൽ സിംഗർ വേറെ സ്ഥലത്തുമാണ് പാടുന്നത്, വേറെ ദിവസങ്ങളിലായിരിക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ദക്ഷിണാമൂർത്തി സ്വാമി ജീവിച്ചിരുന്ന കാലം വരെ ഞാൻ അദ്ദേഹത്തിൻ്റെ കുറച്ച് പാട്ടുകൾ പാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പഴയ രീതിയിൽ തന്നെയാണ് റെക്കോർഡ് ചെയ്തിരുന്നത്. മ്യൂസിക് അത് ഓർക്കസ്ട്രയുടെ ഒപ്പം തന്നെ എന്നെ പാടിപ്പിക്കും, നേരത്തെ പാട്ട് പഠിപ്പിച്ചു തരും, എന്നിട്ട് ഓർക്കസ്ട്രയുടെ ഒപ്പം പാടണം. അങ്ങനെയായിരുന്നു ദക്ഷിണാമൂർത്തി സ്വാമിയുടെ രീതി. ഞാൻ ഈ കുറച്ചു മുമ്പ് ചോദിച്ച പോലെ 50 years ഓഫ് ഇളയരാജ സാറിൻ്റെ ആ ഒരു മ്യൂസിക് ജേർണി, അതായത് ചേട്ടനും ആ ഒരു ഭാഗ്യം ഉണ്ടായി അദ്ദേഹത്തിൻ്റെ കൂടെ ഇതുവരെ ആ ഒരു ജേർണിയിൽ പാർട്ടാവാനായിട്ട്. ആ ഒരു എക്സ്പീരിയൻസ് എന്ത് തോന്നുന്നു ഇന്നിവിടെ നിൽക്കുന്ന സമയത്ത്? ബിക്കോസ് നാളെയാണ് നമ്മുടെ ഇവിടെ ഡബ്ലിനിലെ പ്രോഗ്രാം. എന്ത് തോന്നുന്നു മോചേട്ടന്? വാട്ട് യു ഫീൽ? ഞാനൊരു 25 കൊല്ലമായിട്ട് രാജസാറിൻ്റെ കൂടെ പാടുന്നുണ്ട് പ്രോഗ്രാംസിൽ. ആദ്യം ഞാൻ പോകുന്നത് ഇറ്റലിയിലാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളുകളായിട്ട് മൂത്ത മോൻ ജനിച്ചു, ഒരു 9 മാസം അവന് പ്രായം. അപ്പോഴാണ് ഇറ്റലിയിൽ പോയത്. അതിനുശേഷം നിരവധി പ്രോഗ്രാമുകളിൽ രാജസാറിൻ്റെ കൂടെ പങ്കെടുക്കുന്നുണ്ട്. എന്നെക്കൊണ്ട് കൂടുതലും ദാസേട്ടൻ പാടിയ പാട്ടുകളും ജയേട്ടൻ പാടിയ പാട്ടുകളും ആണ് കൂടുതൽ എന്നെക്കൊണ്ട് പാടിപ്പിക്കാറ് സ്റ്റേജിൽ. അപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞത് വലിയൊരു ഭാഗ്യമാണ്. അദ്ദേഹത്തിൻ്റെ 50 വർഷത്തിൻ്റെ ഇടയിൽ 25 വർഷവും എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവാൻ സാധിച്ചു. അതെ, അപ്പോൾ ഇപ്പോൾ അയർലൻഡിൽ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കൂടെ. ഇതിനു മുമ്പ് ഞാൻ ചിത്രചേച്ചിയോടൊപ്പം വന്നിട്ടുണ്ടെങ്കിലും രാജസാറിൻ്റെ കൂടെ ഇവിടെ ആദ്യമായിട്ടാണ്. എനിക്ക് രാജസാറിൻ്റെയും ആദ്യത്തെ പ്രോഗ്രാമാണ് അയർലൻഡിൽ. അതെ. ഇനി നമുക്ക് കുറച്ചൊരു പാട്ടുകളിലോട്ട് പോവാം. എനിക്ക് ചെന്താർമിഴി ഒരു 2 ലൈൻ പാടി കേട്ടാക്കളാവുന്നുണ്ട്. ചെന്താർമിഴി പൂന്തേൻ മൊഴി കണ്ണിനു കണ്ണാം എൻ കൺമണി, ചെന്താർമിഴി പൂന്തേൻ മൊഴി കണ്ണിനു കണ്ണാം എൻ കൺമണി, കണ്ണൂഞ്ചലാടും മങ്കൈമണി നീ മാർഗഴി തിങ്കളിൻ മടുമലർ മടിത്തട്ടിലെ പൊന്മാനോ പാൽക്കനവോ. താങ്ക് യു. വാവേ മകനെ എന്ന് പറഞ്ഞ ഉഷാദ് മാമിൻ്റെ കൂടെ പാടാനുള്ളൊരിതുണ്ടായി. അതുപോലെ തന്നെ ഞാനാണ് ഉഷാ ദീദി പാടിച്ചത്. മ്യൂസിക് ചെയ്തത് അദ്ദേഹം അലക്സേട്ടനാണെങ്കിലും എന്നെ കൊണ്ടാണ് പാടിപ്പിച്ചത്. കാരണം ഡിക്ഷനൊക്കെ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഞാനത് ഓൾറെഡി പാടിയിരുന്നു, പിന്നെ ഉഷാ ദീദിയെ കൊണ്ട് പാടിപ്പിച്ചതാണ്. അതുപോലെ എപ്പോഴും മനുഷ്യനെ കുറിച്ച് ഇപ്പം ഒരു പാട്ട് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചില മ്യൂസീഷ്യൻസിനെ ഓർമ്മ വരില്ല. അങ്ങനെ എനിക്ക് പെട്ടെന്ന് ഒരു പാട്ട് കേട്ടാൽ പെട്ടെന്ന് മനുഷ്യനെ ഓർമ്മ വരുന്നൊരു പാട്ടാണ് എങ്ങും നിന്ന് വന്ന്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം, എൻ്റെ ഒരു ലിസ്റ്റുള്ള ഒരു പാട്ടാണ്. 2 ലൈൻ.
തീർച്ചയായിട്ടും. പ്ലീസ്. എങ്ങു നിന്നോ വന്ന പഞ്ചവർണ്ണ കിളി നീയോ, എന്നും എൻ്റേതെന്നു ചൊല്ലുവാനോ ഇഷ്ടമേറെ. നീ എൻ മുളം തണ്ട് ചുംബിച്ചിരുന്നു പണ്ടേ, മൗനസ്വരമായി ജന്മങ്ങളിൽ. മോഹം കൈനീട്ടുന്നു വീണ്ടും, തങ്കക്കിനാവിലൊന്നിച്ചിരുന്നു കണ്ണിൽ തിരി തെളിക്കാനായി. നെഞ്ചോരം നാളം തേടിയോ. അതേപോലെയാണ് എനിക്ക് കൊഞ്ചനേരം എന്ന് പറയുന്ന പാട്ട് ആശാജിയുടെ കൂടെ പാടിയത്. അതും എന്തായിരുന്നു എക്സ്പീരിയൻസ് ആശാജിയുടെ കൂടെ ആ ഒരു പാട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത്? എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഒരു വലിയൊരു ഭാഗ്യമാണ് ഈ ഒരു പാട്ട് എന്ന് പറഞ്ഞത്. കൊഞ്ച നേരം. അത് ആശാജിയോടൊപ്പം പാടാൻ പറ്റി. രജനി സാറിന് വേണ്ടി പാടാൻ സാധിച്ചു, വിദ്യാസാഗർ സാറിൻ്റെ സംഗീതത്തിൽ. ഇത് എന്നെ പാടാൻ വിളിക്കുമ്പോൾ വിദ്യാസാഗർ സാറ് അദ്ദേഹത്തിൻ്റെ മാനേജറാണ് എന്നെ വിളിച്ചത്, മുരുകൻ എന്നെ വിളിച്ചു പറഞ്ഞു, മധുവണ്ണ നാളേക്ക് കിളമ്പി വന്നിരുങ്കോ, இது ரஜினி சாரோட படம், பெரிய பேனர் மூவி இது. ஆனால் ஃபீமேல் சிங்கர் யாருன்னு உங்கள்கிட்ட சொல்ல மாட்டேன் நான், நீங்கள் സ്റ്റുഡിയോയിൽ വന്നതുക്കപ്പുറം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അടുത്ത ദിവസം സ്റ്റുഡിയോയിൽ പോയി. ഉഗ്രൻ നല്ലൊരു മെലഡി. അപ്പം വിദ്യാസാഗർ സാർ നല്ല സ്വീറ്റായിട്ട് പഴയ ഒരു പാട്ടിൻ്റെ റെഫറൻസ് ഒക്കെ തന്നു. അതിലെ വോയിസ് പോലെ, ആ പാട്ടിൻ്റെ ട്യൂണല്ല, അതിൽ പാടിയേക്കണ ആ ഒരു സ്വീറ്റ്നെസ് ഇതിൽ വേണം എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ പാട്ടൊക്കെ പഠിപ്പിച്ചു. എന്നിട്ട് പിന്നെ കൺസോളിൽ കയറിയിട്ട് പാട്ട് പ്ലേ ചെയ്തു. ട്രാക്ക് പ്ലേ ചെയ്തപ്പോൾ ഫീമെയിൽ സിംഗർ പാടുന്ന കേട്ടു. ഇത് ആരെന്ന് കണ്ടുപിടിക്കുന്നു പറഞ്ഞു. ഞാനിങ്ങനെ കേട്ടു നോക്കിയപ്പോൾ പെട്ടെന്ന് ജാനകിയമ്മയുടെ പോലെ എനിക്ക് തോന്നി ശബ്ദമൊക്കെ കേട്ടപ്പോൾ. പിന്നെ കുറച്ച് നേരത്തേക്കും ഡിക്ഷനൊക്കെ സ്റ്റൈലൊക്കെ ഒരു വ്യത്യാസം. അപ്പം എനിക്ക് മനസ്സിലായത് ആ ഒരു ആശാജി, ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഡിക്ഷൻ, ആ ഒരു സ്റ്റൈല്, പ്രൊണൗൺസിയേഷനൊക്കെ ആശാജി തന്നെ എന്ന് വെച്ചു. ആമാ കണ്ടുപിടിച്ചിട്ടാ എന്ന് പറഞ്ഞ വിദ്യാസാഗർ സാറ്. അപ്പം അങ്ങനെയാണ് ആ പാട്ടിൻ്റെ ഒരു റെക്കോർഡിങ്. ആശാജി 2 ദിവസം മുമ്പ് പാടി ബോംബെയിൽ, ഞാൻ മദ്രാസിലെ വിദ്യാസാഗർ സാറിൻ്റെ സ്റ്റുഡിയോയിൽ പാടി. ഓ ഗ്രേറ്റ്. ഭയങ്കര രസമുള്ളൊരു പാട്ടാണ് കൊഞ്ചനേരം. അതുപോലെയാണ് കേരള സ്റ്റേറ്റ് അവാർഡ് അമ്മ എന്ന് പറയുന്ന പാട്ടിന് വേണ്ടിയിട്ട് മനുഷ്യന് കിട്ടുന്നത്. പിന്നെ തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡ് കനാകണ്ണൻ അല്ല, തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡ് ആ വർഷത്തെ പല പാട്ടുകൾക്ക് ചേർത്താണ്. ഓക്കെ, കനാകണ്ണടിക്കല്ല അല്ല. ഓക്കെ, അപ്പം തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡ് മനുഷ്യന് ഏത് പാട്ടിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കിട്ടിയത്? പല പാട്ടുകൾക്ക്, ആ വർഷത്തെ പല പാട്ടുകൾക്ക് ചേർത്താണ്. അതിന്റെ മൊമെന്റോയിലും സർട്ടിഫിക്കറ്റും അങ്ങനെ തന്നെ എഴുതി. പല പാടലുകൾ, ഒറ്റ പാട്ടനല്ല. ഓ അല്ല അല്ലേ, അത് ശരി. അപ്പൊ ഇത് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ തെറ്റാണ്, സോറി. അതുപോലെയാണ് ചേട്ടൻ പാടിയിരിക്കുന്ന പല പല ലാംഗ്വേജസ് എന്ന് പറയുന്നത് മലയാളം, തമിഴ്, തെലുങ്കു, കന്നഡ, ഒത്തിരി ലാംഗ്വേജസ് ഉണ്ട്. പക്ഷെ എന്നാലും ചേട്ടന് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ഭയങ്കര ടഫായിട്ട് നമുക്ക് എല്ലാം നമുക്ക് ഫ്ലുവൻ്റ് ആയിരിക്കണം എന്നില്ലല്ലോ. തമിഴ് ഫ്ലുവൻ്റ് ആയിരിക്കും, തെലുങ്കും കന്നഡയൊക്കെ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണോ? സംസാരിക്കില്ല. തമിഴ് കുട്ടിക്കാലം മുതൽ എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ അച്ഛനെ തമിഴേ അറിയുള്ളായിരുന്നു. ഓക്കെ. അച്ഛനും മലയാളത്തെക്കാൾ കൂടുതൽ തമിഴായിരുന്നു കുറച്ച് കംഫർട്ടബിൾ. കാരണം അച്ഛൻ ജനിച്ച് വളർന്നതെല്ലാം തമിഴ്നാട്ടിലാണ്. ജോലി കിട്ടിയതിന് ശേഷമേ കേരളത്തിൽ വന്നുള്ളൂ. അപ്പം മലയാളം ജസ്റ്റ് ഇങ്ങനെ സംസാരിക്കും എന്നല്ലാതെ എഴുതാനോ വായിക്കാനോ ഒന്നും അറിഞ്ഞൂടാ അച്ഛന്. അച്ഛൻ്റെ അമ്മയോടും സിബ്ലിങ്സിനോടും ഒക്കെ തമിഴിലാണ് സംസാരിച്ചിരുന്നത്. അച്ഛൻ്റെ ഫ്രണ്ട്സൊക്കെ ഭൂരിഭാഗം തമിഴായിരുന്നു. ലെറ്റർ എഴുതിയിരുന്നതൊക്കെ തമിഴിലായിരുന്നു. അതെ. അപ്പം അങ്ങനെ അച്ഛൻ്റെ ഫ്രണ്ട്സ് ഭൂരിഭാഗം തമിഴായിരുന്നു. കുട്ടിക്കാലം പോലെ അങ്ങനെ ഒരു പരിചയമുണ്ട്. അതുകൊണ്ട് തമിഴ് എനിക്ക് വളരെ ഈസി ആയിരുന്നു. പിന്നെ കന്നഡ കുറച്ച് അങ്ങനെ മദ്രാസിൽ ഞാൻ പഠിച്ചപ്പോൾ കന്നഡ ഫ്രണ്ട്സ് ഉണ്ട്. കർണാടക എന്നുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ആന്ധ്ര എന്നുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അങ്ങനെ കേട്ട് കുറച്ച് പരിചയം ഉണ്ടായിരുന്നു. പിന്നെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഏത് ഭാഷ പാടിയാലും അതിനോട് മാക്സിമം നീതി പുലർത്തുന്നുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. ആ ഭാഷ കറക്റ്റായിട്ട്, ഡിക്ഷൻ കറക്റ്റായിട്ട് വരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പം ഞാൻ പാടിയതിൽ ഇപ്പം ഏറ്റവും ടഫായിട്ട് ഇപ്പം തോന്നിയത് എനിക്ക് സിംഹളയാണ്, ശ്രീലങ്കൻ. അതിപ്പോൾ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, എന്താ ജൂനിയർ സിംബയോ ഹായ് സിംബ, അങ്ങനെ ഒരു സിനിമയുടെ പേര്. അത് ഈ ജൂലൈ 14 റിലീസ് ചെയ്യാണ് കൊളംബോയിൽ. അതെ. അപ്പോൾ എങ്ങനെയാണ് അങ്ങനെ വേറൊരു അറിയാത്തൊരു ലാംഗ്വേജ് ചെയ്യുന്ന സമയത്ത്? ഞാൻ ശ്രേയാജിയുടെ ഒക്കെ ഇത് കേട്ടിട്ടുണ്ട്. ശ്രേയാജി ഹിന്ദിയിലോ എങ്ങനെയാണ് അവർ ഏത് ലാംഗ്വേജ് ഉണ്ടോ അതിനകത്ത് എഴുതിയിട്ടാണ് അവർ നമ്മുടെ മലയാളത്തിൽ തന്നെ എഴുതിയിട്ടാണ്. തമിഴ് എനിക്ക് വായിക്കാൻ അറിയാം. തമിഴ് പാട്ട് പാടുമ്പോൾ ഞാൻ തമിഴിൽ തന്നെ പാടി നോക്കിയാണ് പാടുന്നത്. ബാക്കിയൊക്കെ ഞാൻ മലയാളത്തിൽ എഴുതിയെടുത്തിട്ട് അവരുടെ എന്തെങ്കിലും അവരുടെ ഡിക്ഷൻ എന്തെങ്കിലും
ഉച്ചാരണത്തിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അതുവരെ അങ്ങനെ മാർക്ക് ചെയ്യും ഓക്കെ. എങ്ങനെയാണെന്ന്. ഇപ്പോൾ Okay. ആന്ധ്രയിൽ ജ സ എന്നൊക്കെ ഉള്ള പ്രൊനൗൺസിയേഷൻ ഉണ്ട്. ഉം. ജറി അങ്ങനെ അങ്ങനെയൊക്കെ വരും. അപ്പോൾ ആ ജ ഇട്ടിട്ട് മുകളിൽ ചന്ദ്രക്കിലിട്ട് സ അടിയിൽ എഴുതി ജ ഓക്കെ. അങ്ങനെയൊക്കെ അങ്ങനെ ചില അതനുസരിച്ച് പ്രത്യേകത അനുസരിച്ച് മാർക്ക് ചെയ്യും. ഓ, അപ്പൊ അതിന് കുറെ ഹോംവർക്ക് ചെയ്യേണ്ടി വരുമോ? അതായത് ഇപ്പം ആ സമയത്ത് എഴുതിയെടുക്കും. ആ സമയത്ത് എഴുതിയെടുത്ത് കൂടുതൽ സമയം എടുക്കാറുണ്ടോ അപ്പൊ ആ ഒരു ഹോംവർക്ക് അങ്ങനെ ഒരു റെക്കോർഡിംഗ് ഇല്ല ചെയ്യാൻ? പാട്ട് പഠിപ്പിക്കുമ്പോൾ തന്നെ അങ്ങനെ എഴുതിയെടുക്കും. എഴുതിയെടുക്കും. ഓക്കെ. പിന്നെ അവർ പറയണത് എങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കും. അങ്ങനെയാണോ അവർ പറയണത് എന്ന്. ഓക്കെ. എപ്പോഴെങ്കിലും ഒരു വലിയൊരു ബിഗ് ഫാൻ മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? അത് സ്റ്റേജിൽ പാടുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ മോചേട്ടൻ ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിലോ ഒരു ബിഗ് ഫാൻ മൊമെന്റ് മോചേട്ടന് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഫാൻ മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? അങ്ങനെ ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ അനുഭവങ്ങളുണ്ട്. സ്റ്റേജിലേക്ക് ഓടിക്കയറി വന്ന് ഉമ്മ വെച്ചിട്ട് പോകുന്ന ആളുകളുണ്ട്. പൂച്ചണ്ട്. പിന്നെ അമ്പലങ്ങളിലൊക്കെ പാടുമ്പോൾ അവർക്ക് കഴിയുന്ന രീതിയിൽ അവരെന്തെങ്കിലുമൊക്കെ കൊണ്ടുതരും. പിന്നെ ഞാൻ ഒരിക്കൽ ദാസേട്ടൻ്റെ പ്രോഗ്രാം ഫോർട്ട് കൊച്ചിയിൽ നടക്കുമ്പോൾ ഞാൻ ഹരിമുള്ളരവം പാടിക്കഴിഞ്ഞപ്പോൾ ദാസേട്ടനുണ്ടെന്ന സ്റ്റേജിൽ. അപ്പോൾ ഫോർട്ട് കൊച്ചിയിലെ ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഓടി സ്റ്റേജിലേക്ക് പാടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഓടി സ്റ്റേജിലേക്ക് കയറി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു ഉമ്മ വന്നിട്ട് പോയി. അതെ 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 അതെ. പണ്ട് കാലങ്ങളിലൊക്കെ, അതായത് ഇപ്പോഴൊക്കെ ഇങ്ങനെയാണെങ്കിൽ പണ്ട് കാലങ്ങളിലൊക്കെ ലെറ്റേഴ്സും അങ്ങനത്തെ കിട്ടിയിട്ടുണ്ടോ? പണ്ട് കാലങ്ങളിലൊക്കെ പാട്ട് പാടിയ തുടങ്ങിയ സമയത്തൊക്കെ ലെറ്റേഴ്സ് എഴുതുന്ന സമയം ഏകദേശം അതിന്റെ കാലഘട്ടം കഴിഞ്ഞപ്പോഴാണ്. അപ്പോഴത്തേക്കും മൊബൈൽ ഫോണൊക്കെ വന്നു തുടങ്ങിയല്ലോ. പിന്നെ മെസ്സേജസ്, പിന്നെ സോഷ്യൽ മീഡിയ വന്നപ്പോൾ സോഷ്യൽ മീഡിയ അതിലേക്കൊക്കെ ആയി. അതെ. ഏതെങ്കിലും ഒരു പാട്ട് പാടിയ ശേഷം ചേട്ടൻ ഒത്തിരി ഇമോഷണലായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സോങ് ഇത്രയും കാലത്തെ ജീവിതത്തിൽ ഒരു പാട്ട് പാടി കഴിയുമ്പം യു ഫീൽ സോ ഇമോഷണൽ, ഒരു ഇമോഷണൽ ഫീലിംഗ് തോന്നിയിട്ടുണ്ടോ? അത് സങ്കടം ഫീൽ ചെയ്തിട്ടുണ്ടോ? വിഷമം? അമ്മ എന്നുള്ള പാട്ട് പാടിയപ്പോൾ അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അത് അങ്ങനത്തെ ഒരു പാട്ടാണല്ലോ. ഇന്നത്തെ കാലത്ത് പിന്നെ വേറൊരു കൂടി ഉണ്ടായിരുന്നു, വാവായൻ ദേവത എന്നുള്ള പാട്ടുണ്ട് തമിഴില്. അതും ഈ പറഞ്ഞ പോലെ അച്ഛനും മകളുമായിട്ടുള്ളൊരു ബന്ധത്തിന്റെ, എനിക്ക് പെൺകുട്ടികളില്ലെങ്കിലും ആ ഫീല് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെ അതിന്റെ ഒരു അഭയും നാനും എന്നുള്ള സിനിമയിലെ പാട്ടാണ് വാവായൻ ദേവതയെ എന്നൊരു പാട്ടുണ്ട്, വിദ്യാസാഗർ സാറിന്റെ സംഗീതത്തിൽ. നമ്മൾ ഇപ്പം റിയാലിറ്റി ഷോസിലൊക്കെ ഒരു പാട്ടും കൂടി ഉണ്ടായിരുന്നു, പിച്ചൈ പാത്രം ഏന്തി വന്തേൻ അയ്യനെ നാൻ കടവുൾ എന്നുള്ള സിനിമയിലെ രാജാ സാറിൻ്റെ സംഗീതത്തിൽ. അതും ഈ പറഞ്ഞ പോലെ വളരെ തത്വങ്ങളടങ്ങിയ കുറച്ച് സെൻറ്റിമെൻ്റൽ ആയിട്ടുള്ള ഒരു പാട്ടാണ്. അതിൻ്റെ സീൻ കണ്ടു കഴിഞ്ഞാലും നമുക്ക് കരച്ചിൽ വരും. അതെ. അതിൻ്റെ ജയേട്ടൻ മരിച്ചുപോയില്ലേ നമ്മുടെ ജയേട്ടൻ, ഭാവഗായകൻ ജയേട്ടൻ എന്നെ വിളിച്ച് പാട്ട് കേട്ട ഉടനെ തന്നെ എന്നെ വിളിച്ച് ഭയങ്കരമായിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു. അതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കും അല്ലേ നമുക്ക് അങ്ങനെ ചില പാട്ടുകളൊക്കെ പാടുമ്പോൾ. കുറച്ച് നേരം എടുക്കുമായിരിക്കും നമ്മളിൽ നിന്ന് പോകാനായിട്ട് തന്നെ അല്ലേ. ഇപ്പം ചേട്ടനാണെങ്കിലും കുറേ റിയാലിറ്റി ഷോയിൽ ജഡ്ജായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, ഇന്ന് ആളുകൾക്കും കൂടുതൽ രാഗത്തെക്കുറിച്ചൊക്കെ അത്യാവശ്യം അറിവുകളുണ്ട്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു നോളജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദേ ആർ ഓൾ, പണ്ടും ബോൺ ടാലൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ഇന്നത്തെ ആ ഒരു കുട്ടികൾ കിട്ടുന്ന ഒരു എന്താ പറയുന്നത് സ്പേസും അല്ലെങ്കിൽ അവർക്ക് പാടാൻ കിട്ടുന്ന ഒരു ഇത് കൊണ്ട് എല്ലാവർക്കും അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ പാടുമ്പോഴോ അല്ലെങ്കിൽ ഒരു കോൺസേർട്സിൽ പാടുമ്പോഴൊക്കെ ചേട്ടന് തോന്നിയിട്ടുണ്ടോ ഓഡിയൻസിനൊക്കെ എന്തോരം മ്യൂസിക്കിൽ അവർക്ക് രാഗങ്ങളെക്കുറിച്ച് അറിയാമെന്നോ, അല്ലെങ്കിൽ അവർ അങ്ങനെ കമ്മ്യൂണിക്കേഷൻ വരാറുണ്ടോ? ഭൂരിഭാഗം കുറേ പേർക്കൊക്കെ ഇപ്പോൾ ഒരുവിധം അറിയാം, ശ്രുതി പോയാൽ അറിയാം, സംഗതി തെറ്റിയാൽ അറിയാം. കാരണം ഇപ്പോൾ ഈ റിയാലിറ്റി ഷോസ് ഒക്കെ വന്നതിന് ശേഷം ആൾക്കാർ ഇതിങ്ങനെ കണ്ടും കേട്ടും അവർക്ക് കുറേയൊക്കെ ഐഡിയാസ് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതിനെപ്പറ്റി. അപ്പം ഇങ്ങനെ നമ്മളങ്ങനെ തെറ്റുമെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ റിയാലിറ്റി ഷോയിൽ ജഡ്ജ് ചെയ്യുന്നില്ലേ, ജഡ്ജ് ചെയ്യുമ്പോൾ ഈ പ്രേക്ഷകരുടെ കൂട്ടത്തിൽ ചിലവർ പേപ്പറും പേനയായിട്ട് ഇരുന്ന് അവരും ഇത് മാർക്ക് ചെയ്യുന്നുണ്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാര്യം എനിക്കൊണ്ട് പണ്ടൊക്കെ ഐഡിയ സ്റ്റാർ സിംഗറിൽ നിന്നായിരുന്നു തുടങ്ങിയത്, പക്ഷെ ഇന്നൊക്കെ ഒത്തിരി റിയാലിറ്റി ഷോസ് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും എവിടെ തെറ്റി അല്ലെങ്കിൽ എവിടെ ശ്രുതി പോയി എല്ലാവരും പഠിക്കുന്നുമുണ്ട്, പലർക്കും നല്ല നോളജ് ഉണ്ട്. ഫാൻ മൊമെന്റ് ആയിരുന്നു എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നത്. നമുക്കിനി ഫാമിലിയിലോട്ട് വരാം. വൈഫിനെ കുറിച്ച് പറയൂ. വൈഫിന്റെ പേര് ദിവ്യ, ശരിക്കുള്ള പേര് വിദിത. രണ്ടാമത്തെ ദയയുടെ ദായാണ്. അതെ, ധന്യയുടെ ധായല്ല, വിദിത. ശരിക്കും ഞങ്ങളൊക്കെ വിളിക്കുന്നത് ദിവ്യ എന്നാണ്. അത് വിളിക്കാൻ ബുദ്ധിമുട്ടുള്ള, വിദിത എന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടല്ല, വീട്ടിൽ വിളിക്കുന്ന പേര്. അതെ, ശരിക്കും വിദിത എന്ന് പേര് വരുമ്പോൾ ശരിക്കും വിദ്യ എന്നായിരുന്നു വിളിക്കേണ്ടതെന്ന് ചിലർ പറയാറുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ദിവ്യയുടെ ഒരു അമ്മായിയാണ് ദിവ്യ എന്ന അങ്ങനെ പേരിട്ടത്. യെസ്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി റിലേറ്റീവ്സ് ആണ്, അതായത് ഫാമിലി അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആണ്.
എൻ്റെ ഫസ്റ്റ് കസിൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ദിവ്യയുടെ ഫസ്റ്റ് കസിനെയാണ്. പണ്ട് മുതലേ കുട്ടിക്കാലം മുതലേ എനിക്ക് ഇവരെല്ലാവരെയും അറിയാം. ഇവരുടെ ദിവ്യയുടെ കസിൻസ് ഭൂരിഭാഗം എൻ്റെ ഫ്രണ്ട്സാണ്. എൻ്റെ കൂടെ പഠിച്ചവരുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ക്രിക്കറ്റ് കളിക്കാറുണ്ടായിരുന്നു. ശ്രീയൊക്കെ 5ാം ക്ലാസ് 4ാം ക്ലാസ് 5ാം ക്ലാസ് മുതൽ ശ്രീശാന്തിനെ എനിക്കറിയാം. അപ്പം അങ്ങനെയാണ്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 25 കൊല്ലമായി. മൂത്ത മോന് 24 വയസ്സാവണു. അതെ, 2 ആൺകുട്ടികൾ. ഇളയാൾ +2 പഠിക്കുന്നു. അതെ. ക്രിക്കറ്റർ ശ്രീശാന്തിനെ കുറിച്ച് പറയൂ. യുവർ റിലേഷൻ വിത്ത് ഹിം. ശ്രീ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ 4ാം ക്ലാസ് 5ാം ക്ലാസ് മുതൽ എനിക്കറിയാം. ഞാനിപ്പോൾ കോതമംഗലത്ത് ചെന്നാലും അവിടെയാണ് അവരുടെ ഒരു നാട് അവിടെയാണ്. ഞാൻ എപ്പോൾ അവിടെ ഉണ്ടെങ്കിലും എന്നെ കാണാൻ എൻ്റെ കൂടെ ഉണ്ടാവും, എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. പാട്ടിലൊക്കെ വളരെ പാഷൻ ഇഷ്ടമുള്ള ഒരാളാണ്. പാട്ട്, ഡാൻസ്, വരയ്ക്കാൻ ഒക്കെ ഭയങ്കര കഴിവാണ് ശ്രീശാന്തിന്. എഴുതാനും പാട്ടുകൾ എഴുതാനും. ആ കുട്ടിക്കാലത്ത് അത്രയും പാട്ടൊന്നും എഴുതില്ലായിരുന്നെങ്കിലും ഈ പാട്ടിനോടും ഡാൻസിനോടും വലിയ ഇഷ്ടമായിരുന്നു. ഈ ബ്രേക്ക് ഡാൻസ് ഒക്കെ നമ്മുടെ നാട്ടിൽ ഭയങ്കര എന്താ പറയുക, എന്താ പറയുന്ന വാക്ക്, കുറേ കൂടി ബ്രേക്ക് ഡാൻസ് ഒരു സമയത്ത് ഭയങ്കര ട്രെൻഡ് പോയിക്കൊണ്ടിരുന്ന സമയത്തൊക്കെ ബ്രേക്ക് ഡാൻസ് പഠിക്കുകയും എൻ്റെ അരങ്ങേറ്റമൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അതെ. എനിക്കറിയില്ല. അപ്പൊ ഞങ്ങളെപ്പോ ഇപ്പോഴും എപ്പോഴും കാണുകയാണെങ്കിലും നമ്മൾ ഒരുമിച്ചിരുന്ന് പാട്ടൊക്കെ പാടി, ശ്രീ എഴുതുന്ന വരികൾക്ക് ട്യൂണൊക്കെ ചെയ്ത് അങ്ങനെ പാടി, അങ്ങനെയാണ് ഞങ്ങൾ മിക്കപ്പോഴും കാണുമ്പോൾ. ഇപ്പോഴും ആ ബന്ധം അതുപോലെ തന്നെ തുടരുന്നു. എത്ര പേർക്ക് അറിയാമെന്നറിയില്ല, മോചേട്ടൻ കമൽഹാസൻ സാറിന്റെ ശബ്ദം എടുക്കും എന്നുള്ളത്. സ്കൂളിലൊക്കെ ചെയ്യുമായിരുന്നു മോണോ ആക്ട് ഒക്കെ? സ്കൂളിലൊക്കെ ചെറുതായിട്ടൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ അങ്ങനെ പാട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ അധികം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അധികം പോയിട്ടില്ല. പക്ഷെ മത്സരിച്ചിട്ടുണ്ട്. സ്കൂളിലൊക്കെ ചെയ്തിട്ടുണ്ട് മോണോ ആക്ട്. അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ഞങ്ങൾക്ക് വേണ്ടി അതൊന്ന് ഞങ്ങളുടെ ഓഡിയൻസിന് വേണ്ടി ചെയ്യാൻ പറ്റുമോ കമൽഹാസൻ സാറിന്റെ? அது நீங்கள் இப்படியெல்லாம் சொன்னாக்கா நான் இப்படி திடீர்னு சொன்னால் நான் இப்படி எப்படி சொல்கிறது, நான் எனக்கு மலையாளம் ரொம்ப நாளாக தெரியும், நான் நிறைய படம் நடிச்சிருக்கேன். இருந்தாலும் இப்படியெல்லாம் கேட்கும்போது கொஞ்சம் கூச்சமாக இருக்குது எனக்கு. അതുപോലെ രജനി സാറിന്റെ ശബ്ദവും എടുക്കും. അതും ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ഞങ്ങളുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട്. ഓക്കെ. நம்மூரில் குறைக்காத நாயும் இல்லை, பழு சொல்லாத நாவும் இல்லை. ஆக மொத்தத்தில் இது 2 இல்லை, அது ஒரு இல்லை. இதெல்லாம் பார்க்காம நம்ம பாட்டுக்கு போயிட்டே இருக்கணும். அது நீங்கள் இப்படியெல்லாம் சொன்னாக்கா நான் இப்படி திடீர்னு சொன்னால் நான் எப்படி சொல்கிறது, நான் எனக்கு மலையாளம் ரொம்ப நாளாக தெரியும், நான் நிறைய படம் நடிச்சிருக்கேன். இருந்தாலும் இப்படியெல்லாம் கேட்கும்போது கொஞ்சம் கூச்சமாக இருக்குது எனக்கு. ഒന്നുമില്ല. ഇല്ല. സ്റ്റുഡിയോ അല്ലെങ്കിൽ സ്റ്റേജിൽ കഴിഞ്ഞ വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ സംഗീതപരമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി ചർച്ചയോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ എന്തെങ്കിലും വല്ലപ്പോഴും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്നാൽ മാത്രമേ സംസാരിക്കൂ. റെക്കോർഡിങ് പോയിട്ട് വന്നാൽ എങ്ങനെ ഉണ്ടായിരുന്നു, നല്ലായിരുന്നോ? പിന്നെ ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് തന്നെ പാട്ട് കേൾപ്പിക്കും മിക്കപ്പോഴും. ഇപ്പം ഒരു മൂവിക്ക് വേണ്ടി പാടുകയാണെങ്കിൽ എപ്പോഴും ഞാൻ കേൾപ്പിച്ചു കൊടുക്കാറുണ്ട്. ഫോണിൽ ദിവ്യ കേൾപ്പിച്ചു കൊടുക്കാറുണ്ട്. ഏറ്റവും വലിയ ക്രിട്ടിക് ആരാണ് വീട്ടില്? മക്കളാണോ അതോ? മക്കളല്ല, ദിവ്യ കുറച്ച് ക്രിറ്റിസൈസ് ചെയ്യും ചില എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ. എൻ്റെ അമ്മ പറയാറുണ്ട്. അതെ. അപ്പോൾ വീട്ടിലുള്ള ക്രിറ്റിസിസം ആണോ മധുചേട്ടൻ കുറച്ചുകൂടെ കേൾക്കാൻ ഇഷ്ടം, അതോ സോഷ്യൽ മീഡിയയിൽ? എല്ലാവരുടെയും ക്രിറ്റിസിസം എനിക്ക് നമുക്ക് വിലപ്പെട്ടതാണ്. അതെല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കണം. ആ രീതിയിലാണ് ഞാൻ മുമ്പോട്ട് പോകാറുള്ളത്. കാരണം എല്ലാം തികഞ്ഞവരായിട്ട് ആരും ഈ ലോകത്തുണ്ടാവില്ല. തീർച്ചയായിട്ടും ഇല്ലല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ പോരായ്മകൾ എന്താണെന്ന് മറ്റുള്ളവർക്കല്ലേ അറിയാൻ പറ്റും. നമുക്ക് നമ്മളെക്കാളും കൂടുതൽ നമുക്കും അറിയാൻ പറ്റും. നമുക്കത് അറിയണം, നമ്മളത് അറിയണം. നമ്മുടെ പോരായ്മ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പക്ഷെ മറ്റുള്ളവർക്കും കൂടി അത് എങ്ങനെയാണ് അവർ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു പണ്ടത്തെ പോലെ അല്ല തോന്നുന്നു. അന്നത്തെ കാലത്ത് കൂടുതലും നെഗറ്റീവ് കമൻസിനെക്കാട്ടിലും ഇന്ന് കൂടുതൽ സോഷ്യൽ മീഡിയയൊക്കെ കുറച്ചും കൂടെ ഇതായതുകൊണ്ട്, മുന്നോട്ട് വന്നതുകൊണ്ട് കുറച്ചും കൂടെ കൂടുതൽ നമുക്ക് നെഗറ്റീവ് കമൻസ് ആണെങ്കിലും പോസിറ്റീവ് കമൻസ് ആണെങ്കിലും ചിലവർ ഉണ്ടാവാറുണ്ടല്ലോ. അത് മനുഷ്യരുടെ ഇരുന്ന് വായിച്ച് നോക്കാം. നമുക്ക് കാണുമ്പോൾ അറിയാം ജെന്യുവൻ ആയിട്ടുള്ള ക്രിറ്റിസിസം എന്താണ്. നമ്മളെ മനഃപൂർവ്വം താഴ്ത്തിക്കെട്ടാനായിട്ട് എഴുതുന്ന അല്ലെങ്കിൽ വേറെ ചില ആളുകളായിട്ടുള്ളവരുടെ അതൊക്കെ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ജെന്യുവൻ ആയിട്ടുള്ള ക്രിറ്റിസിസം ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യും. ഒരിക്കലും റിയാക്ട് ചെയ്യാറും ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഞാൻ അധികം റിയാക്ട് ചെയ്യാറില്ല. പക്ഷെ വളരെ ചിലതൊക്കെ ഞാൻ എൻ്റെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തതാണെങ്കിൽ ഞാൻ നല്ല മറുപടി കൊടുക്കാറുണ്ട്. അതായത് ഒരു ദിവസം മൊത്തം ഇത് അങ്ങനത്തെ ഒരു ദിവസം മൊത്തം ചേട്ടന്
ഇന്നിപ്പോൾ വീട്ടിൽ റിലാക്സ് ചെയ്തിരിക്കണം, അല്ലാതെ പ്രത്യേകിച്ച് പാട്ടൊന്നും ഇല്ല എന്നുള്ള ദിവസം ഉണ്ടെങ്കിൽ അന്ന് മോശം ചെയ്യുന്ന ഒരു കാര്യം എന്തായിരിക്കും? ഷോപ്പിങ്ങിന് പോവുക, ഉറങ്ങുക, സിനിമ കാണുക, ഉറങ്ങുക, പിള്ളേരുടെ കൂടെ എന്തെങ്കിലും ആക്ടിവിറ്റീസ്, അതൊക്കെ ഉള്ളൂ. നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, കുക്ക് ഭക്ഷണം ചെയ്യോ? കുക്ക് ചെയ്യാറില്ല, ചെയ്തിട്ടുണ്ട് നേരത്തെയൊക്കെ, ഇപ്പോൾ വർഷങ്ങളായിട്ട് ചെയ്യാറില്ല. കൊറോണയുടെ സമയത്ത് മാത്രം യൂട്യൂബ് നോക്കി ഒരു ചിക്കൻ വറുത്തരച്ച കറി ഉണ്ടാക്കിയായിരുന്നു, അതിനെ വെല്ലുവിളിച്ചോണ്ട്. അതെ എനിക്ക് കൊറോണ സമയത്താവുന്നു എല്ലാവരും കുക്കിംഗ് പഠിക്കുകയും അല്ലെങ്കിൽ അതെ, പഠിക്കാൻ ആ സമയത്ത് ശ്രമിക്കുകയൊക്കെ കുറെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെ. ഒരു ഗായകനല്ലായിരുന്നുവെങ്കിലും ചേട്ടൻ വേറെ ഏത് ജോലി ചെയ്യുമായിരുന്നു? എനിക്ക് ഡിഫൻസ് ഫീൽഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു, പ്രത്യേകിച്ച് എയർഫോഴ്സ്. ഓക്കെ. പിന്നെ ഡോക്ടർ ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അത്ര വലിയ പഠിപ്പിച്ചിട്ടൊന്നും ആയിരുന്നില്ല ഞാൻ. അത് കുഞ്ഞു ക്ലാസ്സിൽ എന്താവണമെന്ന് ചോദിക്കുമ്പോൾ അന്നൊക്കെ ഡോക്ടർ ആവണമെന്ന് പറയുന്ന പക്ഷെ എനിക്ക് കൂടുതലും ഡിഫൻസ്, എയർഫോഴ്സ് അല്ലെങ്കിൽ പൈലറ്റ് ആവാൻ താല്പര്യം ഉണ്ടായിരുന്നു. ഓ, പൈലറ്റ് ആവാൻ താല്പര്യം ഉണ്ടായിരുന്നു. അതെ. മകൻ ഇപ്പം എന്തിനാ പഠിക്കുന്നത്? മകൻ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് വന്നു, ഒരു കൊല്ലമായി. ഓക്കെ. ഡിജിറ്റൽ മ്യൂസിക് പ്രൊഡക്ഷനാണ് പഠിച്ചത്, UK-ലായിരുന്നു. ഓക്കെ. അവൻ്റെ ഓരോ പ്രൊജക്റ്റുകളായിട്ട് ഇറക്കി കഴിഞ്ഞു. ആദ്യം കുറച്ച് നാൾ കാനഡയിലുണ്ടായിരുന്നു. ആദ്യം BBA പഠിക്കാൻ വേണ്ടി കാനഡയിൽ പോയിരുന്നു, ഒരു 7 മാസം അവിടെ നിന്നു. ഹോം സിക്ക് ആയതുകൊണ്ട് ഭയങ്കര ആരോഗ്യമൊക്കെ പ്രശ്നമായി, അങ്ങനെ തിരിച്ചു വിളിച്ചു. എന്നിട്ട് പിന്നെ പാഷൻ മ്യൂസിക്കിലാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ UK-ലേക്ക് വിട്ടു. അങ്ങനെ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വന്നിട്ട് അവൻ്റെ ഓരോ പ്രൊജക്റ്റുകൾ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓഡിയോ ആണ് റിലീസ് ചെയ്തത്, മൂത്ത ആള് മാധവ്. അവൻ്റെ പ്രൊഫഷണൽ നെയിം മാഡ് ടെമ്പസ്റ്റ് എന്നാണ്, മാഡ് ടെമ്പസ്റ്റ്. ഓക്കെ. അത് സ്പോട്ടിഫൈ, ആപ്പിൾ മ്യൂസിക്, യൂട്യൂബ് അതിലൊക്കെ ഉണ്ട്. വിഷ്വലി ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഇളയാൾക്കും ഇത് തന്നെയാണ് താല്പര്യം, ഹിപ്പ് ഹോപ്പാണ് അവരുടെ മെയിൻ ഇഷ്ടം. ഇളയാൾക്ക് എത്ര വയസ്സുണ്ട്? ഇളയാൾക്ക് ഇപ്പോൾ 16 വയസ്സ് കഴിഞ്ഞു, അല്ല 17 വയസ്സ് കഴിഞ്ഞു. 17 വയസ്സ്. ഇപ്പോൾ അടുത്ത കോളേജിലോട്ട് പോവാണ്. അതെ. ഓക്കെ. എന്താണ് അദ്ദേഹം ഈ വെസ്റ്റേണിലേക്ക്, മൂത്താളെക്കാളും വെസ്റ്റേണിലേക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് അവനാണ്. മൂത്താൾ പിന്നെയും കുറച്ചും കൂടി ഇന്ത്യൻ മ്യൂസിക്കും അതൊക്കെ പാട്ട് പഠിച്ചിട്ടുണ്ട്. ഇളയാള് കംപ്ലീറ്റ്ലി വെസ്റ്റേൺ ആണ്. അവനും പാട്ടൊക്കെ എഴുതി കമ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പാടിയൊക്കെ വെച്ചിട്ടുണ്ട്, റിലീസ് ചെയ്തിട്ടില്ല. നിങ്ങൾ മൂന്നുപേരും കൂടി ഇരിക്കുന്ന സമയത്ത് ആ ഒരു മിക്സ് ഓഫ് ക്ലാസിക്കൽ അല്ലെങ്കിൽ വെസ്റ്റേൺ ഇതിന്റെയൊക്കെ ഒരു അങ്ങനെ ചെയ്യാറുണ്ടോ? അങ്ങനെയൊന്നുമില്ല, ഞാനും പിള്ളേരുമായിട്ട് അങ്ങനെ ചെയ്യാറില്ല. എന്ന് വെച്ചാൽ മൂത്ത മോൻ്റെ ഒരു പ്രൊജക്റ്റിന് വേണ്ടി ഞാൻ കുറച്ച് ഫ്യൂഷൻ പോലെ, അവൻ ഇംഗ്ലീഷ് പാടുമ്പോൾ ഇടയിൽ കുറച്ച് കർണാട്ടിക് രാഗങ്ങളുടെ പോലെ ഇങ്ങനെയൊക്കെ ചെയ്ത് അവൻ്റെ ഒരു പ്രൊജക്റ്റിന് വേണ്ടി ഞാൻ ചെയ്തിരുന്നു. അത് മാധവ് പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്തത്. പിന്നെ ഇപ്പോൾ ഭാവിയിൽ അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെ അതെ, വി ആർ ലുക്കിംഗ് ഫോർവേഡ്. ആക്ച്വലി നല്ലൊരു പ്രൊജക്റ്റ് ആയിരിക്കും. ഇനി വരാൻ പോകുന്ന ഒരു ചേട്ടൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റ് അല്ലെങ്കിൽ എന്തായിരിക്കും അത് ഭാവിയിൽ ഉണ്ടാകുന്ന ഒരു ഡ്രീം പ്രൊജക്റ്റ്? വാട്ട്സ് യുവർ ഡ്രീം പ്രൊജക്റ്റ്? ഡ്രീം പ്രൊജക്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ഞാൻ ഒരു ഫിലിമിന് മ്യൂസിക് ചെയ്തിട്ടുണ്ട്, കുറച്ച് അല്ലാതെ കുറച്ച് ആൽബംസിന് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. കുറച്ച് മ്യൂസിക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഇതുപോലെ സിനിമ, നമ്മുടെ ഇനി ഒരു ഗായകരും സിനിമയെ നമ്പി ജീവിച്ചിട്ട് കാര്യമില്ല. കാരണം സിനിമയിൽ പാട്ടുകൾ കുറഞ്ഞു തുടങ്ങി. ഇപ്പോൾ ഒരു പുതിയ ഗായകർക്കെല്ലാം ചിലപ്പോൾ 1-2 പാട്ട് പാടാൻ കഴിഞ്ഞാൽ തന്നെ വലിയൊരു ഭാഗ്യമാണ് സിനിമയിൽ. ആ ഒരു വസന്തകാലം കഴിഞ്ഞു സിനിമയുടെ. പിന്നെ മാത്രമല്ല, സിനിമയിൽ ഇപ്പോൾ പാട്ടുകൾ കുറവാണ്. പാട്ടുണ്ടെങ്കിൽ തന്നെ ഒരു അരപ്പാട്ടൊക്കെ ഉള്ളൂ, ഒരു പല്ലവി അനുപല്ലവി. അതിന് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു പല്ലവി മാത്രമാവും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു പുക പോലെ ഒരു പാട്ട് പോകണം കാണാം. പിന്നെ ഇംഗ്ലീഷ് സിനിമ കാണുമ്പോൾ അടിയിൽ ക്രെഡിറ്റ്സ് എഴുതി കാണിക്കാറില്ലേ? ആ ക്രെഡിറ്റ്സ് എഴുതി കാണിക്കുമ്പോൾ നമ്മൾ ഒരു 10 പാട്ട് 15 പാട്ടൊക്കെ എഴുതി കാണിക്കും, ഇങ്ങനെ മുകളിലേക്ക് കയറി പോകണം കാണാം അല്ലേ? പക്ഷെ ആ പാട്ടൊന്നും നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ടാവില്ല, കേട്ടിട്ടുണ്ടാവില്ല. അതുപോലെ ആവും ചിലപ്പോൾ ഇനി. അത് ഈ ഇപ്പോഴത്തെ പുതിയ ടെക്നോളജിയുടെ ഇതിന്റെ കാരണം കൊണ്ടാണ് ഇതിലെല്ലാം ഒത്തിരി മാറ്റങ്ങൾ വരുന്നത്. എനിക്ക് ഇതുപോലെ ഗായകരും ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇനിയിപ്പോൾ എല്ലാവരും നമ്മുടെ മറ്റുള്ള സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ യൂസ് ചെയ്യുക, അങ്ങനെ അവർ സിംഗിൾസ് ഇറക്കുക, അങ്ങനെ അവരുടെ അങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ, സ്വന്തം പ്രൊജക്റ്റുകളൊക്കെ ഇറക്കി അങ്ങനെയൊക്കെ പോവുക. പെർഫോമൻസസ് അതൊക്കെ ആണ് ഇനി മെയിൻ. അതെ, ഞാനൊരു ഇൻ്റർവ്യൂവിൽ കണ്ടായിരുന്നു മധുചേട്ടനൊരു എന്താ പറയുക, വീട്ടിൽ പൂജാമുറിയുണ്ട്, അതിനകത്ത് എല്ലാ ദൈവങ്ങളും ഉണ്ടെന്നുള്ളത്. എന്ത് റിച്വലാണ് മധുചേട്ടൻ റെക്കോർഡിങ്ങിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യുന്ന ഒരു റിച്വൽ അതെന്തായിരിക്കും? പ്രാർത്ഥന. അല്ല, എന്നാലും എന്തെങ്കിലും ഒരു മന്ത്രങ്ങളോ അല്ലെങ്കിൽ ഹൗ സ്പിരിച്വൽ ആയോ? വെരി സ്പിരിച്വൽ. അപ്പൊ എല്ലാ ദൈവങ്ങളെ വിളിക്കും, അതോ ഏതെങ്കിലും പെർട്ടിക്കുലർ ദൈവങ്ങൾ മാത്രം? അറിയാവുന്ന ദൈവങ്ങളെയൊക്കെ വിളിക്കും, ജാതി മത ഭേദമില്ലാതെ എല്ലാവരും ഉണ്ട് എൻ്റെ പൂജാമുറിയിൽ. ഞാൻ കണ്ടിട്ടുണ്ട്, ആ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടിട്ടുണ്ട്, എല്ലാ പൂജാമുറിയിൽ എല്ലാവരും ഉണ്ടെന്നുള്ളത്. ഇത്രയും വർഷത്തെ സംഗീത യാത്രയ്ക്ക് ശേഷം മധുചേട്ടനെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം
അതെന്തായിരിക്കും? ഇറ്റ്സ് ബീൻ ഇത്രയും വർഷത്തെ സംഗീതയാത്രയിൽ. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കുടുംബം നന്നായി നോക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സന്തോഷം. സന്തോഷം. അതെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. റാപ്പ് അപ്പ് ചെയ്യാണ്. താങ്ക് യു സോ താങ്ക് യു മച്ച്. സോ മച്ച്. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ ടുമോറോ. താങ്ക് യു സോ മച്ച്.